Welcome back to my channel. നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സാണ്. ആപ്ലിക്കേഷൻ ഓർ യൂസസ് ഓഫ് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ പോയിൻറ്റ്സ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 2 ക്ലാസ്സുകളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് ബാക്കിയുള്ള പോയിൻറ്റ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത്. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. Key factor or limiting factor. ഒരു കമ്പനിയിൽ പ്രൊഡക്ഷനെ റിസ്ട്രിക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് പ്രൊഡക്ഷൻ കുറയ്ക്കുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളെ ബാധിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ചിലപ്പോൾ അതൊരു കമ്പനിയുടെ മെറ്റീരിയലിൻ്റെ ഷോർട്ടേജ് ആയിരിക്കാം, ലേബറിൻ്റെ ഷോർട്ടേജ് ആയിരിക്കാം, പ്ലാന്റിൻ്റെ കപ്പാസിറ്റി ആയിരിക്കാം, ചിലപ്പോൾ സെയിൽസ് തന്നെയായിരിക്കാം. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ കീ ഫാക്ടർ ഓർ ലിമിറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ സ്കേഴ്സ് ഫാക്ടർ എന്നൊക്കെ പറയണേ. ഒരു കമ്പനിയിൽ 2ൽ കൂടുതൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള സ്കേഴ്സ് ഫാക്ടറെ എങ്ങനെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം എന്നറിയാനായിട്ട് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇതിനകത്തൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിളിൻ്റെ സഹായത്തോടെ ഒന്നും കൂടെ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ 2 പ്രോഡക്റ്റ്സ് ഉണ്ട്, ആൽഫയും ബീറ്റയും. ഈ ആൽഫയുടെയും ബീറ്റയുടെയും സെല്ലിംഗ് പ്രൈസും അതേപോലെ തന്നെ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും നമുക്ക് തന്നിട്ടുണ്ട്. അത് നോക്കാം. സെല്ലിംഗ് പ്രൈസ് ആൽഫയുടെ 80, ബീറ്റയുടെ 100, മെറ്റീരിയൽ 20, 40, വേജസ് 28, 20, വേരിയബിൾ ഓവർഹെഡ് 4, 10, ഫിക്സഡ് ഓവർഹെഡ് 12,000. Which of the product would you recommend under each of the following circumstances? Total sales potential in unit is limited. Total sales potential in value is limited. Raw material is in short supply. Production capacity is the limiting factor. അപ്പോൾ ഈ 4 സിറ്റുവേഷനിൽ നമുക്ക് ആൽഫയുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യണോ ബീറ്റയുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എല്ലാത്തിലും കോൺട്രിബ്യൂഷൻ ഹൈ ഉള്ളതാണ് നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിന് ഹെഡിങ് കൊടുക്കാം. നമുക്ക് സെല്ലിംഗ് പ്രൈസ് ആൽഫയും ബീറ്റയും 2 പ്രോഡക്റ്റ് ഉള്ളത് കൊണ്ട് എമൗണ്ട് ചെയ്താൽ 2 കോളം വേണം. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് ആൽഫയുടെ 80, ബീറ്റയുടെ 100. ഇനി വേരിയബിൾ കോസ്റ്റും തന്നിട്ടുണ്ട്, മെറ്റീരിയൽ, വേജസ്, വേരിയബിൾ ഓവർഹെഡ്, അങ്ങനെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട് 20, 40, വേജസ് 28, 20, വേരിയബിൾ ഓവർഹെഡ് 4, 10. ഇനി നമുക്ക് വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ ചെയ്യാം. മെറ്റീരിയൽ പ്ലസ് വേജസ് പ്ലസ് വേരിയബിൾ ഓവർഹെഡ്, ദാറ്റ് ഇസ് ആൽഫയുടേത് 20 + 28 + 4, ദാറ്റ് ഇസ് 52, ബീറ്റയുടേത് 40 + 20 + 10, ദാറ്റ് ഇസ് 70. ഇനി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ 80 - 52, ദാറ്റ് ഇസ് 28 ആണ് ആൽഫയുടേത്. ബീറ്റയുടേതോ 100 - 70, ദാറ്റ് ഇസ് 30 ആണ് ബീറ്റയുടേത്. അപ്പോൾ ഇതിൽ ഏതാണ് കൂടുതലുള്ള കോൺട്രിബ്യൂഷൻ? 30 ആണ് അല്ലേ. 30 എന്ന് പറഞ്ഞാൽ ബീറ്റ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: വെൻ സെയിൽസ് പൊട്ടൻഷ്യൽ ഇൻ യൂണിറ്റ് ഇസ് ലിമിറ്റിംഗ് ഫാക്ടർ, പ്രോഡക്റ്റ് ബീറ്റ ഇസ് പ്രിഫേർഡ് ആസ് ഇറ്റ് ഈൽഡ്സ് മോർ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, ദാറ്റ് ഇസ് ₹30. ഇനി നമുക്ക് സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ സെയിൽസ് പൊട്ടൻഷ്യൽ ഇൻ വാല്യൂ ഇസ് ലിമിറ്റഡ്. വാല്യൂവിലുള്ള സെയിൽസ് പൊട്ടൻഷ്യൽ ലിമിറ്റിംഗ് ഫാക്ടർ ആണെങ്കിൽ അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ നമുക്ക് PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം വാല്യൂവിലുള്ളത് കാണാനായിട്ട്. അപ്പോൾ PV റേഷ്യോയുടെ ഫോർമുല കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ 28, സെയിൽസ് 80 × 100, ദാറ്റ് ഇസ് 35%. ആൽഫയുടേത് ബീറ്റയുടേത് എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ? 30 ഡിവൈഡഡ് ബൈ സെയിൽസ് 100 × 100, ദാറ്റ് ഇസ് 30% ആണ് ബീറ്റയുടേത്. അപ്പോൾ നമുക്കിതിൽ ഏതാണ് PV റേഷ്യോ കൂടുതൽ കിട്ടിയിരിക്കുന്നത്? 35% അല്ലേ. 35% എന്ന് പറയുമ്പോൾ ആൽഫയുടേത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: വെൻ സെയിൽസ് പൊട്ടൻഷ്യൽ ഇൻ വാല്യൂ ഇസ് ദ കീ ഫാക്ടർ, പ്രോഡക്റ്റ് ആൽഫ ഇസ് റെക്കമെൻഡഡ് ആസ് ഇറ്റ്സ് PV റേഷ്യോ ബീയിങ് ഹയർ, ദാറ്റ് ഇസ് 35%. നമുക്ക് മൂന്നാമത്തെ ചോയ്സ് പറഞ്ഞിരിക്കുന്നത് റോ മെറ്റീരിയൽ ഇസ് ഇൻ ഷോർട്ട് സപ്ലൈ.
റോ മെറ്റീരിയൽ ഷോർട്ടാണ് അല്ലേ. അപ്പോൾ കോൺട്രിബ്യൂഷൻ പെർ കിലോ ഓഫ് മെറ്റീരിയൽ നമുക്ക് കണ്ടുപിടിക്കണം. കോൺട്രിബ്യൂഷൻ പെർ കിലോ എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ മെറ്റീരിയൽ ഇൻ കിലോ ആണ് കാണേണ്ടത്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ മെറ്റീരിയൽ ഇൻ കിലോ. അപ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്കറിയാം 28 ആണ്, ആൽഫയുടേത് ബീറ്റയുടേത് 30 ആണ്. മെറ്റീരിയൽ ഇൻ കിലോ നമുക്ക് ആൽഫയുടെ മെറ്റീരിയൽ 20 പെർ യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. കിലോ ചെയ്യാനായിട്ട് മെറ്റീരിയൽ 10 പെർ കിലോ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഇസ് 2 ആണ് ആൽഫയുടേത്. ബീറ്റയുടേത് വരുമ്പോൾ 40 ഡിവൈഡഡ് ബൈ 10 ദാറ്റ് ഇസ് 4 ആണ് ബീറ്റയുടേത്. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ കിലോ ഓഫ് മെറ്റീരിയൽ കാണുമ്പോൾ 28 ഡിവൈഡഡ് ബൈ 2 ആൽഫയ്ക്ക് ചെയ്യുക, ദാറ്റ് ഇസ് 14. ദെൻ ബീറ്റയ്ക്ക് 30 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക, ദാറ്റ് ഇസ് 7.5. ഇപ്പോൾ ഇതിലേതാണ് കൂടുതലുള്ളത്? കോൺട്രിബ്യൂഷൻ 14 ആണ് അല്ലേ. 14 ആരുടെയാണ്? ആൽഫയുടേതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, വെൻ റോ മെറ്റീരിയൽ ഇസ് ദ സ്കേഴ്സ് ഫാക്ടർ, product alpha is suggested as it gives higher contribution per kilo of material, that is rupees 14. ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഈസ് ദ ലിമിറ്റിംഗ് ഫാക്ടർ. പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഈസ് ദ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ അവർ കാണണം. അതിനകത്ത് നമുക്ക് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ലേബർ അവേഴ്സാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോൺട്രിബ്യൂഷൻ നേരത്തെ പറഞ്ഞ പോലെ ആൽഫയുടേതും ബീറ്റയുടേതും അറിയാം, 28ഉം 30ഉം. ലേബർ അവേഴ്സ് ചെയ്യണം നമുക്ക്. ലേബർ അവേഴ്സ് ചെയ്യാനായിട്ട് നമുക്ക് വേജസ് തന്നിരിക്കുന്നത് എത്രയാണ്? വേജസ് എന്ന് പറഞ്ഞാൽ ലേബർ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്, ₹4 പെർ അവർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൽഫയ്ക്ക് 28ഉം ബീറ്റയ്ക്ക് 20ഉം. അപ്പോൾ 28 ഡിവൈഡഡ് ബൈ 4 അത് ചെയ്യുമ്പോൾ നമുക്ക് 7 വരും. അതാണ് ലേബർ അവേഴ്സ് ആൽഫയുടേത്. ബീറ്റയുടേത് 20 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. 20 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന ആൻസർ വരും. അതാണ് ലേബർ അവേഴ്സ് ബീറ്റയുടേത്. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ പവർ അവർ കാണാം. ഇനി കോൺട്രിബ്യൂഷൻ 28 ഡിവൈഡഡ് ബൈ 7 ദാറ്റ് ഇസ് 4 ആണ് ആൽഫയുടേത്. ബീറ്റയുടേത് 30 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഇസ് 6 ആണ്. ഇതിലേതാണ് കോൺട്രിബ്യൂഷൻ കൂടുതലുള്ളത്? 6 ആണ് അല്ലേ. 6 ആരുടെയാണ്? ബീറ്റയുടേതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, വെൻ ലേബർ ഓർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഈസ് ദ ലിമിറ്റിംഗ് ഫാക്ടർ, പ്രോഡക്റ്റ് ബീറ്റ ഈസ് റെക്കമെൻഡഡ് as its contribution per labor hour is greater than alpha. Next application, maintaining a desired level of profit. കോമ്പറ്റീഷൻ കൂടുതലുള്ള സമയത്ത് കമ്പനിക്ക് സെല്ലിംഗ് പ്രൈസിനേക്കാളും കുറച്ച് പ്രോഡക്റ്റ് വിൽക്കേണ്ടി വരും. അതേപോലെ തന്നെ ഡീലേഴ്സിന് മാർജിൻ കൂട്ടേണ്ടി വരും. ഈ സിറ്റുവേഷനിൽ എടുക്കേണ്ട ഡിസിഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി ഒരു എക്സാമ്പിളുടെ സഹായത്തോടുകൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇവിടെ ക്വാളിറ്റി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞൊരു മാനുഫാക്ചറിങ് കമ്പനിക്ക് സിംഗിൾ പ്രോഡക്റ്റ് മാത്രമേ അവർ ഡീൽ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് 16, കൺവേർഷൻ കോസ്റ്റ് 12, ഡീലേഴ്സ് മാർജിൻ 4, സെല്ലിംഗ് പ്രൈസ് 40, ഫിക്സഡ് കോസ്റ്റ് 5 lakh, പ്രസൻറ്റ് സെയിൽസ് 90,000 യൂണിറ്റ്സ്, capacity utilization 60%. There is acute competition. Extra efforts are necessary to sell. Suggestions have been made for increasing sales by reducing selling price by 5%. Second situation, by increasing dealers margin by 25% over the existing rate. Which of the two suggestions would you recommend if the company desires to maintain a present level of profit? Give reasons. കമ്പനിക്ക് നല്ല കോമ്പറ്റീഷനുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ കമ്പനിക്ക് കൂടുതൽ സെയിൽ നടത്തിയാലേ കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ 2 മാർഗ്ഗങ്ങൾ അവർ ചൂസ് ചെയ്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് 5% ആയിട്ട് റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡീലേഴ്സ് മാർജിൻ 25% കൂടുതൽ കൊടുക്കുക, ഇൻക്രീസ് ചെയ്യുക, 25% ഇൻക്രീസ് ചെയ്യുക. ഇതിൽ ഏത് മെത്തേഡ്, ഏത് സജഷനാണ് റെക്കമെൻഡ് ചെയ്യുക? അതായത് പ്രോഫിറ്റ് ലെവല് പ്രസൻറ്റ് ലെവൽ ഓഫ് പ്രോഫിറ്റ് കൺസിഡർ ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഏതാണ് ഈ 2 ഓപ്ഷനിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആ ഡിസിഷനാണ് നമുക്ക് എടുക്കേണ്ടത്. അതിൻ്റെ റീസൺ എന്താണെന്നും കൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് പ്രോഫിറ്റ്, ഡിസൈർഡ് പ്രോഫിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഡിസൈർഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ് കിട്ടും. അതിന് ശേഷം നമുക്ക് സെല്ലിംഗ് പ്രൈസ് 5% റെഡ്യൂസ് ചെയ്തതും അതേപോലെ ഡീലേഴ്സ് മാർജിൻ 25% ഇൻക്രീസ് ചെയ്തിട്ടുള്ളതും
ഉള്ള പ്രോഫിറ്റ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏതാണ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളതെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യണം. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് സിറ്റുവേഷൻ ആണ്. പ്രസൻറ്റ് സിറ്റുവേഷനിലെ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. നമുക്ക് സെയിൽസ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. സെയിൽസ് കാണാനായിട്ട് നമുക്ക് എത്രയാണ് പ്രസൻറ്റ് സെയിൽസ് പറഞ്ഞിരിക്കുന്നത്, എത്ര യൂണിറ്റ്സ് ആണ്? 90,000 യൂണിറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. 90,000 × 40, സെല്ലിംഗ് പ്രൈസ് 40 ആണ്. 90,000 × 40 പറയുമ്പോൾ 36 lakh എന്നുള്ളതാണ് നമ്മുടെ സെയിൽസ്. വേരിയബിൾ കോസ്റ്റ് അതേപോലെ കണ്ടുപിടിക്കാം. വേരിയബിൾ കോസ്റ്റിൽ മെറ്റീരിയൽസ് നമുക്ക് 16 ആണ് പെർ യൂണിറ്റ് തന്നിരിക്കുന്നത്. എത്രയാണ് ഇവിടെ യൂണിറ്റ്സ് ഉള്ളത്, എത്രയാണ് സെയിൽസ്? 90,000. 90,000 × 16 ദാറ്റ് ഈസ് 14,40,000 ആണ് മെറ്റീരിയൽ. കൺവേർഷൻ കോസ്റ്റ് എത്രയാണ്? 12 ആണ് തന്നിരിക്കുന്നത് അല്ലേ, പെർ യൂണിറ്റ് 12 ആണ്. 90,000 × 12 ചെയ്യുക, അപ്പോൾ 10,80,000 എന്ന് വരും. ഡീലേഴ്സ് മാർജിൻ 4 ആണ് പറഞ്ഞിരിക്കുന്നത്. 90,000 × 4 ചെയ്യുക, 3,60,000 വരും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക, വേരിയബിൾ കോസ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുക, അപ്പോൾ 28,80,000 എന്ന് വരും. ഇത് സെയിൽസിൽ നിന്ന് ലെസ് ചെയ്യുക. 36 lakh മൈനസ് 28,80,000 ചെയ്യുമ്പോൾ 7,20,000 എന്ന് വരും. അതാണ് കോൺട്രിബ്യൂഷൻ. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. ദാറ്റ് ഇസ് 7,20,000. ഇനി ഫിക്സഡ് എക്സ്പെൻസസ്, ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്യുക. ഫിക്സഡ് കോസ്റ്റ് 5 lakh ആണ്. 7,20,000 5 lakh ലെസ് ചെയ്യുമ്പോൾ 2,20,000 കിട്ടും. ഇതാണ് പ്രോഫിറ്റ്. നമ്മുടെ ഡിസൈർഡ് ലെവൽ ഓഫ് പ്രോഫിറ്റ് ആണ് 2,20,000. അതായത് പ്രസൻറ്റ് പ്രോഫിറ്റ് ആണ് 2,20,000. ഇനി നമ്മുടെ ആദ്യത്തെ സജഷൻ എടുക്കുക. ആദ്യത്തെ സജഷൻ എന്താണ്? റെഡ്യൂസിങ് സെല്ലിംഗ് പ്രൈസ് ബൈ 5%. 5% സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കുക. അപ്പോൾ നമ്മുടെ ന്യൂ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, നമ്മുടെ സെയിൽസ് എത്രയായിരുന്നു? 40 ആയിരുന്നു അല്ലേ. 40 നിന്ന് 5% കുറയ്ക്കുക. അപ്പോൾ 40 × 5% ചെയ്യുക, അതിൽ നിന്ന് 40 മൈനസ് ചെയ്യുക, അപ്പോൾ നമുക്ക് 38 വരും. 38 ആണ് നമ്മുടെ ന്യൂ സെല്ലിംഗ് പ്രൈസ്. ദെൻ ഡീലേഴ്സ് മാർജിൻ 40 ആണ് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ പ്രസൻറ്റ് സെല്ലിംഗ് പ്രൈസ് 40 ആണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഡീലേഴ്സ് മാർജിൻ കാണാനായിട്ട് 4 / 40 × 100 ചെയ്യുക. ദാറ്റ് ഇസ് 10% ആണ് റേറ്റ് ഓഫ് ഡീലേഴ്സ് മാർജിൻ. അപ്പോൾ ന്യൂ ഡീലേഴ്സ് മാർജിൻ എന്ന് പറഞ്ഞാൽ 38 × 10%. ന്യൂ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 38 ഇൻറ്റു നമ്മുടെ റേറ്റ് ഓഫ് ഡീലേഴ്സ് മാർജിൻ 10%. 38 × 10% 3.8 ആണ് ന്യൂ ഡീലേഴ്സ് മാർജിൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ പറഞ്ഞ 5% ഡിക്രീസ് ചെയ്തിട്ടുള്ള മാർജിനൽ കോസ്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? അതാണ് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ന്യൂ ഡീലേഴ്സ് മാർജിൻ. ദാറ്റ് ഇസ് 38 ആണ് പുതിയ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്. ദെൻ വേരിയബിൾ കോസ്റ്റും കൺവേർഷൻ കോസ്റ്റും സെയിം തന്നെയാണ്, 16ഉം 12ഉം. ദെൻ ഡീലേഴ്സ് മാർജിൻ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 3.8 ആണ് ഡീലേഴ്സ് മാർജിൻ. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. 16 + 12 + 3.8 ദാറ്റ് ഇസ് 31.80. ഇനി സെല്ലിംഗ് പ്രൈസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യുക, ദാറ്റ് ഇസ് 6.20. അതാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇനി നമുക്ക് ഡിസൈഡ് സെയിൽസ് റിക്വയർഡ് ടു ഏൺ പ്രസൻറ്റ് ലെവൽ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൻ്റെ ഫോർമുല അറിയാം എല്ലാവർക്കും. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 5 lakh. ഡിസൈഡ് പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, 2,20,000 നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ എത്രയാണ്? ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത കോൺട്രിബ്യൂഷൻ 6.20. അപ്പോൾ നമുക്ക് 1,16,129 യൂണിറ്റ്സ് എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സെയിൽസ് റിക്വയർഡ് ടു ഏൺ പ്രസൻറ്റ് ലെവൽ ഓഫ് പ്രോഫിറ്റ്. 5% സെയിലിംഗ് പ്രൈസ് ഡിക്രീസ് ചെയ്താൽ ഉണ്ടാവുന്ന പ്രോഫിറ്റ്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത സജഷൻ എടുക്കാം. സെക്കൻഡ് സജഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻക്രീസിങ് ഡീലേഴ്സ് മാർജിൻ ബൈ 25%. 25% ഇൻക്രീസ് ചെയ്യുക. ഡീലേഴ്സ് മാർജിൻ 25% ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എത്ര തന്നെയാണ്? ആദ്യത്തെ പ്രസൻറ്റ് സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 40 അല്ലേ. വേരിയബിൾ കോസ്റ്റ് 16, മെറ്റീരിയൽ 16, കൺവേർഷൻ കോസ്റ്റ് 12. ഡീലേഴ്സ് മാർജിൻ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യം നമുക്ക് തന്നിരുന്നത് 4 ആയിരുന്നു. ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? 25%. അപ്പോൾ 25% ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് വരും. ഇനി നമുക്ക് 16 + 12 + 5 വേരിയബിൾ കോസ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 33 എന്ന് കിട്ടും. സെല്ലിംഗ് പ്രൈസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് ലെസ് ചെയ്യുക, 40 - 33 ചെയ്യുക, അപ്പോൾ നമുക്ക് 7 കിട്ടും. അതാണ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇനി നമുക്ക് സെയിൽസ് റിക്വയർഡ് ടു ഏൺ പ്രസൻറ്റ് ലെവൽ ഓഫ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫിക്സഡ് കോസ്റ്റും ഡിസൈഡ് പ്രോഫിറ്റും അറിയാം. ഫിക്സഡ് കോസ്റ്റ് 5 lakh, ഡിസൈഡ് പ്രോഫിറ്റ് 2,20,000, കോൺട്രിബ്യൂഷൻ 7. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? 1,02,857 യൂണിറ്റ്സ് എന്നുള്ളതാണ്.
അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനിലും നമ്മൾ കോൺട്രിബ്യൂഷനും പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. കോൺട്രിബ്യൂഷൻ കൂടുതലുള്ള സിറ്റുവേഷൻ, ആദ്യത്തെ സിറ്റുവേഷൻ അതായത് റെഡ്യൂസിങ് സെല്ലിംഗ് പ്രൈസ് ബൈ 5%-ൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടിയത് 6.20 എന്നുള്ളതാണ്. എന്നാൽ രണ്ടാമത്തെ സിറ്റുവേഷൻ ഇൻക്രീസിങ് മാർജിൻ ഡീലേഴ്സ് മാർജിൻ ബൈ 25% എന്നുള്ളതിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടിയത് 7 ആണ്. ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കിട്ടിയത് ആർക്കാണ്? രണ്ടാമത്തെ സിറ്റുവേഷൻ ആണ്, അതായത് ഇൻക്രീസിങ് ഡീലേഴ്സ് മാർജിൻ ബൈ 25%. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സിറ്റുവേഷനാണ് നമ്മൾ ചൂസ് ചെയ്യുക. കോൺട്രിബ്യൂഷൻ കൂടുതലുള്ള സിറ്റുവേഷനാണ് നമുക്ക് എപ്പോഴും നല്ലത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കരുത്. അടുത്ത പോയിൻ്റായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.